Hej Sundle! ഹലോ, ഹായ്. റൈഡ് ഓൺ വീൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മേഘങ്ങളുടെ ആലയം എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനമാണ് മേഘാലയ. ഇവിടുത്തെ ഭൂപ്രകൃതിയും മനോഹരമായ വെള്ളച്ചാട്ടങ്ങളും കൊണ്ട് വളരെ ഫേമസ് ആണ് ഈ ഒരു സ്ഥലം. അപ്പോൾ കുറേ നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു നോർത്ത് ഈസ്റ്റ് വിസിറ്റ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ കുറേ കാലത്തെ പ്ലാനിങ്ങിനൊടുവിൽ നമ്മൾ നോർത്ത് ഈസ്റ്റിൽ എത്തിയിരിക്കുകയാണ്. അപ്പം നമ്മൾ ഇന്നലെ തന്നെ എത്തി. ഇന്നലെ ഡേ 0 ആയിരുന്നു. നമ്മൾ ജസ്റ്റ് വണ്ടിയൊക്കെ എടുത്ത് ജസ്റ്റ് ഈ ഒരു സ്ഥലത്തെത്തി. അപ്പോൾ ഇന്നാണ് നമ്മുടെ ട്രിപ്പ് ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അടുത്തൊരു 7 ദിവസം നമ്മളിനി മേഘാലയ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. ഓഫ് ബീറ്റ് ആയിട്ടുള്ളൊരു യാത്രയായിരിക്കും. സാധാരണ പോകുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മളൊരു ഓവർലാൻഡിങ് ട്രിപ്പാണ് ഇപ്രാവശ്യം പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്നൊരു വണ്ടിയിൽ നമ്മൾ അടുത്ത 7 ദിവസം, അതിൽ 4 ദിവസം നമ്മൾ ഈ വണ്ടിയിൽ ക്യാമ്പ് ചെയ്യും. 3 ദിവസം നമ്മൾ ഹോം സ്റ്റേയിലായിരിക്കും സ്റ്റേ ചെയ്യുന്നത്. അപ്പം മേഘാലയയിലെ ഓഫ് ബീറ്റ് കാഴ്ചകളുമായിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം. ഷില്ലോങ്ങിനടുത്തുള്ള ഉമിയാം ലേക്കിന്റെ സൈഡിലായുള്ള ഈ ചെറിയ ഹോം സ്റ്റേയിലാണ് നമ്മൾ ഇന്നലെ താമസിച്ചത്. ആസാമിന്റെ തലസ്ഥാനമായ ഗുവാഹട്ടിയിൽ നിന്നാണ് നമ്മൾ വണ്ടി എടുത്തത്. അവിടെ ഫ്ലൈറ്റ് ഇറങ്ങി വണ്ടി എടുത്ത് ഇവിടെ എത്തിയപ്പോൾ തന്നെ ഇന്നലെ രാത്രിയായി. എന്തായാലും ഇവിടെ നമ്മൾ അധികം നിൽക്കുന്നില്ല, ഇന്നത്തെ യാത്ര തുടങ്ങുകയാണ്. ഉമിയം ലേക്കിന്റെ സൈഡിലൂടെയുള്ള ഇരുവശത്തും മരങ്ങൾ നിറഞ്ഞ ഈ ചെറിയ റോഡിലൂടെ നമ്മൾ മുന്നോട്ട് പോയി. ഇന്ന് നമ്മൾ പോകുന്നത് മൗഫൻലൂർ എന്ന സ്ഥലത്തേക്കാണ്. അവിടെ പോയി ക്യാമ്പ് ചെയ്യണം. പോകുന്ന വഴിയിൽ എലിഫന്റ് വാട്ടർഫാൾസും കാണണം. ഷില്ലോങ് ടൗണിലേക്ക് നമ്മൾ പോകുന്നില്ല. ടൗണിൽ ചെറിയ റോഡുകളും നല്ല ട്രാഫിക്കും ഒക്കെ ആയിരിക്കും എന്നാണ് കേട്ടത്. അങ്ങനെ ഷില്ലോങ്ങിലെ ഔട്ടർ റോഡിലൂടെ മുമ്പോട്ട് പോകാനാണ് നമ്മുടെ ഇന്നത്തെ പ്ലാൻ. ഇന്ന് സൺഡേ ആണ്, അതുകൊണ്ട് ഹോട്ടലും കടകളും ഒന്നും അങ്ങനെ തുറന്നിട്ടില്ല. ഒരു ചെറിയ തട്ടുകട കണ്ടപ്പോൾ നമ്മൾ നിർത്തി. ഇവിടുന്ന് കഴിച്ചിട്ട് പോകാം എന്ന് കരുതി. അധികം ഐറ്റംസ് ഒന്നുമില്ല. ഓരോ ചപ്പാത്തിയും കറിയും നമ്മൾ ഓർഡർ ചെയ്തു. ചെറിയ കടയും ചെറിയ ഫുഡും ആയിരുന്നെങ്കിലും കുഴപ്പമില്ലാത്തൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. പൈസ അധികമായില്ല. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ യാത്ര തുടർന്നു. അങ്ങനെ നമ്മൾ എലിഫന്റ് വാട്ടർഫാൾസിന്റെ പാർക്കിംഗ് ഏരിയയിലെത്തി. ഇവിടെ നല്ല വിശാലമായ സൗകര്യങ്ങളുണ്ട്. ടോയ്ലറ്റ് സൗകര്യമൊക്കെ ഉണ്ട്, പിന്നെ കുറച്ച് ഷോപ്പുകളും. അപ്പോൾ എലിഫന്റ് ഫാൾസിന്റെ ഇവിടുന്ന് നമ്മൾ സ്റ്റെപ്പുകൾ ഇറങ്ങിയിട്ട് വേണം താഴത്തോട്ട് പോകാൻ. എലിഫന്റിനെ പോലെ തോന്നിക്കുന്ന ഒരു വലിയ പാറ ഇവിടെ ഉണ്ടായിരുന്നു പണ്ട്. അത് കണ്ടിട്ട് ബ്രിട്ടീഷുകാരാണ് എലിഫന്റ് ഫാൾസ് എന്ന് പേരിട്ടത്. ആ പാറ ഏതോ എർത്ത്ക്വേക്ക് വന്നപ്പോൾ തകർന്നുപോയി എന്നാണ് അറിയാൻ പറ്റിയത്. ഈ കാണുന്നതാണ് ഇവിടുത്തെ 3 ഫാൾസിൽ ആദ്യത്തെ ഫാൾസ്. ഇറങ്ങിയങ്ങ് പോണല്ലേ? ഇതാണ് ഇപ്പോൾ ഇവിടുത്തെ സെക്കൻഡ് ഫാൾസ്. ഇത് കുറച്ച് ചെറുതാണല്ലോ. കൂടുതൽ ഏറ്റവും ചെറുത് ഇതാണെന്നാണ് തോന്നുന്നത്. എന്തായാലും ഇവിടെ ഭയങ്കര കാറ്റാണ് ഗൈസ്. ക്യാമറ തിരിക്കാൻ പോലും പറ്റുന്നില്ല, ഒടുക്കത്തെ കാറ്റ്. അങ്ങനെ നമ്മൾ പടികളൊക്കെ ഇറങ്ങി 3rd ഫാൾസിലെത്തി. ഇതാണ് ഇവിടുത്തെ മെയിൻ ഫാൾ. ഗൂഗിളിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ നോക്കിയാൽ ഈ ഫാളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നല്ലൊരു ഫോറസ്റ്റിന്റെ അകത്ത് വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ഒരു സ്ഥലം. അടിപൊളി. ഫോട്ടോ എടുക്കാം. ഇത് ക്ഷീണിച്ചു പോയാ? കയറി റേറ്റ് വയ്ക്കും. ഹലോ,
100 ഓക്കെ 100 വേണം. സാരി കൊടുക്കുന്നാല് ഞാൻ കഥാപാത്രത്തിലേക്ക് ആവായിക്കണം. നീ ഇവിടെ ജനിക്കേണ്ടതായിരുന്നല്ലോ. ആരാണെന്ന് ഞാൻ എന്താ ചെയ്യണം? നല്ല രസമുണ്ടെന്ന് പറ. നല്ല രസമുണ്ട്. അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു കട കണ്ടപ്പോൾ രാത്രിയിലേക്ക് കുക്ക് ചെയ്യാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാമെന്ന് കരുതി നിർത്തിയതാണ്. അപ്പം നമ്മൾ ക്യാമ്പ് ചെയ്യാൻ പോകുന്ന മൗഫൻലൂർ കുറച്ച് ഉള്ളിലോട്ടുള്ള സ്ഥലമാണ്. അവിടെ കടകളൊന്നും അധികം കാണാൻ ചാൻസ് ഇല്ല. ബിസ്ക്കറ്റ് പറയണ്ടല്ലോ. മാഗി 4 എഗ് വാങ്ങിക്കുന്നു. മുട്ട വാങ്ങാൻ പോയിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. മേഘാലയയിൽ വന്നിട്ട് മഴ കണ്ടില്ല എന്ന് പറയുന്നത്. ഇപ്പൊ മഴ ഇപ്പൊ പെയ്യുന്ന തോന്നുന്നു. ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഉച്ച ആയിട്ടുള്ളൂ. ഉച്ച 1:25 സമയം. 1:25 പുറത്ത് കണ്ടോ? പുറത്തെ ക്ലൈമാറ്റ് കണ്ടില്ലേ? നല്ല മൂടി കെട്ടിരിക്കുക, സൂര്യനൊന്നും കാണാനില്ല. അപ്പൊ നമ്മൾ ക്യാമ്പിങ്ങിന് കുക്ക് ചെയ്യാൻ വേണ്ട കുറച്ച് സാധനങ്ങൾ, അതായത് കുറച്ച് മുട്ടയും പഞ്ചസാരയൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ഇവിടെ നിർത്തിയതാണ്. ഇപ്പോൾ സൺഡേ ആയതുകൊണ്ട് കടകൾ മുഴുവൻ അവധിയാണ്. അപ്പം കുറച്ച് കടകൾ മാത്രമേ തുറന്നിട്ടുള്ളൂ. കുറേ നോക്കി അവസാനം നമുക്ക് ലഞ്ച് കഴിക്കാൻ ഒരു സ്ഥലം കിട്ടി. ഇത്രയും നേരം അത് തപ്പിക്കൊണ്ട് നടക്കുമായിരുന്നു. നമുക്ക് ഫുഡ് കിട്ടി അവസാനം. അങ്ങനെയുണ്ട് നീ ചോറ്, ഗ്രീൻ പീസ്, പൊട്ടറ്റോ, ക്യാരറ്റ് തോരൻ. लेकिन वो लोग में कम में उधर में चौथ के लिए चौथ क्रिश्चियन आसाम ലഞ്ച് കഴിച്ചപ്പോൾ ഒന്ന് ആശ്വാസമായി. എന്തായാലും 4 പേർക്കും കൂടി 140 രൂപയായുള്ളൂ. അപ്പോൾ ലഞ്ച് കഴിച്ചിട്ട് ഉണ്ണി വണ്ടി ഓടിക്കാൻ ഡ്രൈവർ സീറ്റിൽ കയറി. ഞാൻ പതിയെ ബാക്കിലോട്ട് വന്നു. ഇതൊക്കെ ഫുള്ള് ഗ്രീൻ ആയിരുന്നെങ്കിൽ നല്ല സൂപ്പറായിരുന്നു. ഇന്ത്യ പറയുന്നില്ല. പിന്നെ നമ്മളങ്ങനെ മർക്കാസ എന്ന സ്ഥലമെത്തി. ഇതിവിടുത്തെ വലിയ മാർക്കറ്റ് എന്തോ ആണെന്ന് തോന്നുന്നല്ലോ. സൺഡേ ആയതുകൊണ്ട് മാർക്കറ്റിലൊന്നും ഒരാൾ പോലും ഇല്ല. എല്ലാ കടയും അടവാണ്. റോഡൊക്കെ ചെറുതായല്ലോടാ.
അങ്ങനെ നമ്മൾ മൗഫൻലൂറിൻ്റെ കവാടത്തിലെത്തി. ഇത്രയും നേരം വീഡിയോ കണ്ടതിന് നന്ദി. അപ്പം മൗഫൻലൂരിലെ ബാക്കി കാഴ്ചകളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.